ഓണാഘോഷത്തോടനുബന്ധിച്ച് വമ്പൻ പരിപാടികളായിരുന്നു തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിരുന്നത്. അവിടെ എത്തിയ എല്ലാവരുമായി ഓണാഘോഷം വളരെ നല്ല രീതിയിൽ ആഘോഷിച്ച ശേഷം ആസിഫും അപർണ ബാലമുരളിയും തിരികെ പോവുകയായിരുന്നു. അത് കണ്ടവരാരൊക്കെയോ കൈയടിച്ച പോലെ എനിക്ക് തോന്നി. ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ഈ കയ്യടിയാണ്. ഒരു ഓണം സീസണിൽ നമുക്ക് നമ്മുടെ ഓണാഘോഷത്തിന്റെ ഭാഗമാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നുള്ളത്. അപ്പൊ ഈ പ്രാവശ്യം നിങ്ങളുടെ ആദ്യത്തെ ചോയ്സ് ഇഷ്കിന്റെ ഗാനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമ മൊത്തമായിട്ട് ഒറ്റപ്പാലത്താണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു ആംബിയൻസ് വേണ്ട ഒരു സിനിമയാണ്. ഞാൻ ഒരുപാട് പറഞ്ഞ ചെറുപ്പത്തില് തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞു പോകും. നിങ്ങൾ ആരും വിചാരിക്കുന്ന ഒരു സിനിമയാണ്. തിയേറ്റേഴ്സിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു സിനിമയാണ്. അപ്പൊ ഈ ഓണത്തിൽ നിങ്ങൾ എല്ലാവരെയും തിയേറ്റേഴ്സിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ടീം ഇഷ്ടിന്റെ കാന്തം ക്ഷണിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ ഒരു തൃപ്തിയില്ലാതെ തിയേറ്ററിൽ നിന്ന് മടങ്ങേണ്ട വരില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഗ്യാരണ്ടി തരുന്നു. ഈ ഓണാഘോഷം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ ഞാനും അപർണയോട് ഒരുമിച്ച് ചെയ്യുന്ന 4ാമത്തെ സിനിമയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഓണം ടൈമിൽ വരുന്നത് വേറെ തന്നെ ഒരു എനർജിയാണ്. നമുക്ക് ഒരുപാട് പ്രതീക്ഷ തിരിച്ചു തരുന്ന അത്രയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയാണ് നിങ്ങൾ എപ്പോഴും നമ്മളെ വെൽക്കം ചെയ്തിട്ടുള്ളത്. അതിന് ഒരുപാട് നന്ദി. 2 വർഷം മുന്നേ ആണ് നിങ്ങളുടെ കൂടെ ഞാൻ ഓണം ആഘോഷിക്കാൻ ഇതേ സ്ഥലത്തേക്ക് വന്നത്. എന്നും ഈ സ്നേഹം തരുന്നതിന് ട്രിവാൻഡ്രത്തിന് ഒരുപാട് സ്നേഹം നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും ഇനി വരും കാലങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, ഒരു നല്ല ഓണപ്പാട്ട് അപർണ ബാലമുരളി നിങ്ങൾക്ക് വേണ്ടി പാടുന്നതാണ്. അപ്പോ ഞങ്ങൾ ഇവിടെ വരാൻ പറ്റിയത്, നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ ഓണാഘോഷം, നിങ്ങളുടെ ഓണാഘോഷത്തിന് ഞങ്ങൾ ക്ഷണിച്ചതിൽ പങ്കെടുക്കാൻ ഒരു അവസരം തന്നതിൽ ഒരുപാട് നന്ദി. അപ്പോൾ പേര് മറക്കണ്ട, ഇഷ്ടിക്കാൻ. താങ്ക് യു.